നമ്മളിപ്പോൾ ആൺകുട്ടികൾ കോഴിപ്പാട് എടുക്കുന്ന പോലെ പെൺകുട്ടികൾ കോഴിപ്പാട് എടുത്താൽ ഞാൻ ജോയിൻ്റ് അടിക്കും. എന്താ എടുക്കുക എന്നിട്ട് മാക്സിമം എല്ലാവരെയും ഉപയോഗിച്ചിട്ട് ഇതാക്കി എടുക്കുക. പിന്നെ ആരിന് വേണേൽ ലൈൻ അടിക്കാമല്ലോ സുഖമായിട്ട്. ആൺകുട്ടിയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നിട്ട് എൻ്റെ അമ്മച്ചിന് പൊന്നുകൊണ്ട് നോക്കണം. എൻ്റെ ക്രഷിൻ്റെ പോയി ചോദിക്കും എന്നിട്ട് എന്നെ പറ്റിയുള്ള അഭിപ്രായം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിലൈറ്റ് സ്റ്റോറീസ്. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ഒപ്പീനിയനാണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് പോയി പബ്ലിക്കിനടുത്ത് എന്താ റെസ്പോൺസ് എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ആൺകുട്ടി പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആൺകുട്ടിയായി മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഇതുവരെയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാൻ വേണ്ടി പോവാണ്. നമുക്ക് പോയി നോക്കാം ആരൊക്കെ എന്തൊക്കെ പറയേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് തീർത്ഥാടന എക്സ്പീരിയൻസ്, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി ഐ പ്രോബബ്ലി സ്റ്റിൽ കീപ് ഡൂയിങ് വാട്ട് ഐ ഡു, പക്ഷേ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. എല്ലാ പിള്ളേരെയും സെറ്റാക്കി 15 സെറ്റാക്കി പിന്നെ എന്താണ് അവരിനെ മാക്സിമം ഉപയോഗിക്കുക. നീ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. മാക്സിമം ഉപയോഗിക്കാൻ പൈസയൊക്കെ എന്നിട്ട് മാക്സിമം എല്ലാവരെയും ഉപയോഗിച്ചിട്ട് ഇതാക്കി എടുക്കുക. ഞാനൊരു ഗേളായി പറഞ്ഞാൽ എൻ്റെ ക്രഷിൻ്റെ പോയി ചോദിക്കും എന്നിട്ട് എന്നെ പറ്റിയുള്ള അഭിപ്രായം. ഒരു 4-5 പേര് സെറ്റാക്കിയിട്ട് കറങ്ങാൻ പോവാണ്. ട്രിപ്പൊക്കെ പോവാണ്. അയ്യൻ്റെ മോനെ എല്ലായിടത്തും കൂടി യാത്ര ചെയ്യും. പെൺകുട്ടികൾക്ക് കൂടി സ്വാതന്ത്ര്യമായിട്ട് ഇതിനെ നടക്കാൻ പറ്റുന്നുള്ളൊരു അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ ജോയിൻ്റ് അടിക്കും. 2 കവർ കഞ്ചാവും ഒരു പാക്കറ്റ് സിഗരറ്റും തന്നാൽ ഞാൻ പെണ്ണായിട്ട് മാറിക്കഴിഞ്ഞിട്ട് ജോയിൻ്റ് അടിക്കും. എന്തായാലും ഗേൾസ് അയച്ചാ ചില വലിക്കോ അല്ലേ? സിഗരറ്റ് വലിക്കാം. ബോയ്സ് മാത്രമല്ല, ഗേൾസ് എല്ലാവരും വലിക്കാറുണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ കാണിക്കാറില്ല. അങ്ങനെയൊന്നുമില്ല, ഇപ്പോഴും ഫ്രീഡം ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മീൻസ് ബോയ്സ് ഡ്രസ്സ് ചെയ്യുമ്പോൾ ആൾക്കാർ അത്ര ജഡ്ജൊന്നും ചെയ്യാറില്ല. പക്ഷേ ഗേൾസ് ഡ്രസ്സ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ അത് കുറച്ച് ഒഴിവാക്കി കിട്ടും തോന്നുന്നു. ബിക്കോസ് ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. നമുക്ക് ആക്ച്വലി വി ആർ ഫ്രീ ടു ഡു എനിത്തിങ് വാട്ട് വി വോണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളിലൊരു ഫിയർ ഉണ്ടാവും, എങ്ങനെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും. അത് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിലും അവരുടെ ജഡ്ജ്മെന്റ്സ് അവിടെ നടന്നുകൊണ്ടേയിരിക്കും. നാട്ടുകാർ തെണ്ടികളോട് പോവാൻ പറ, ഒരു 10 രൂപ കടം ചോദിച്ച തരാത്ത നാറികളാണ്. പക്ഷെ ആൺകുട്ടികൾ അത് സെയിം കാര്യം ചെയ്താൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ രാത്രി പുറത്ത് നടക്കുക, അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം. അവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷെ അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെയുള്ള പേടി മാറിയിട്ട് ഇതെല്ലാം നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. നൈറ്റ് ഇങ്ങനെ ഫ്രീ ബോർഡായിട്ട് നടക്കുക, അങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയ പോലെ. പാലക്കാട് പിന്നെ അതൊന്നും എപ്പോഴും വേറെ ഇപ്പോൾ എറണാകുളമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്ര ആയില്ല, ഗേൾസിന് അത്ര ഫ്രീഡം ഒന്നും കിട്ടിയിട്ടില്ല. കേട്ടോ, ഇവിടെ സേഫ് അല്ല. നാട്ടിലിറങ്ങി ഡാൻസ് കളിക്കും. സത്യം പറയാലോ, എനിക്കങ്ങ് ഇഷ്ടമായി. സോ എനിക്ക് ആൺകുട്ടിയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നിട്ട് എൻ്റെ അമ്മച്ചിന് പൊന്നുകൊണ്ട് നോക്കണം. പിന്നെ വന്നിട്ട് ബൈക്ക് റൈഡിങ്. സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പോണേ, എല്ലാം പോകണം, അങ്ങനെയുള്ള നൈറ്റിൽ ഇറങ്ങണം. അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്യാറുണ്ട്. പക്ഷേ തോന്നുന്നൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമ്മള് റെസ്ട്രിക്ഷനോടെ എല്ലാം തന്നെ തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാവൽ ചെയ്യണം. പിന്നെ ആരിന് വേണേൽ ലൈൻ അടിക്കാമല്ലോ സുഖമായിട്ട്. എത്ര വേണമെങ്കിലും പേടിയില്ലാതെ ലൈൻ അടിക്കാം. പഴയ ലൈനിന് പോയിട്ടൊന്ന് ഫ്രണ്ട് ആക്കും. ഗേളായിട്ട് മാറിയിട്ട് പോയിട്ട് എക്സിനെ കണ്ട് ഫ്രണ്ട് ആവുന്നുണ്ടല്ലോ. ഓക്കെ, കുറച്ചുകൂടി പാരൻസിൻ്റെ റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് ഹാങ് ഔട്ട് ചെയ്യാൻ. സ്പെസിഫിക് ആയിട്ടാണെങ്കിൽ ലൈക്ക് ഐ പ്രോബബ്ലി ടേക്ക് എ ബൈക്ക് ആൻഡ് ഗോ ഫോർ എ റൈഡ് രാത്രി സമയത്ത്. എന്തായാലും സ്പെസിഫിക് ആയിട്ട് നൈറ്റ് റൈഡിന് താല്പര്യമാണ്. എന്താ പറയുക, സന്തോഷം കൊണ്ട് നമ്മൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പുറത്ത്, ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ പുറത്ത് പോയാൽ അത് ഇത് എന്നൊക്കെ ഓരോരോ ഇത് ഫുൾ ട്രാവൽ ചെയ്യണം. എണീറ്റ് നമ്മൾ ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ ചുറ്റിക്കാണാനാണ് കൂടുതൽ ഇഷ്ടം. നമ്മളിപ്പോൾ ആൺകുട്ടികൾ കോഴിപ്പാട് എടുക്കുന്ന പോലെ പെൺകുട്ടികൾ കോഴിപ്പാട് എടുത്താൽ ബോയ്സിൻ്റെ റിയാക്ഷൻ എങ്ങനെയാവുമെന്ന് ഒന്ന് ഫീൽ ചെയ്യാൻ. അവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. അതല്ല, എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നൈറ്റ് റൈഡ് പോകണം മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ തന്നെയാണ്. എനിക്ക് റൈഡ് പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ തനിക്കൊരു ചാൻസ് കിട്ടി, കാലത്ത് എണീറ്റ് നോക്കുന്ന ഇതിഹാസ സിനിമ പോലെ എണീറ്റ് നോക്കുന്ന സമയത്ത് പെൺകുട്ടിയെ മാറിക്കഴിഞ്ഞു, ഉടനെ പോയി ചെയ്യുന്ന ഒരു കാര്യം. ഉടനെ പോയി നാട്ടുകാരൊക്കെ ഒന്ന് കാണിക്കും. പെൺകുട്ടിയായി മാറി എന്നുള്ളത് നാട്ടുകാരെ കാണിക്കുന്നത്. ആൺകുട്ടിയായി കഴിഞ്ഞു ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്?
ഫോൺ എടുത്ത് എന്ത് നോക്കുന്നു? അല്ല ഫോൺ നോക്കുന്നില്ലേ? ആ യൂഷ്വലി ബോയ്സ് അങ്ങനെയാണല്ലോ. ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? അതെല്ലാവരും ഒരേപോലെ തന്നെ അല്ലേ? ഗേൾസ് അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ പറഞ്ഞു നീ? ഇടയിൽ കൂടെ എന്താ പറഞ്ഞു? എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. തേക്കണം, ഓരോരുത്തരും തേക്കണം. 10 പേര് സെറ്റാക്കിയിട്ട് അങ്ങനെ തേച്ച് കളയണം. ഈ ഒരു ശരി, ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റണം എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, തേപ്പ് കൊടുക്കണം എന്ന് മാത്രം പറയണ്ട. എന്ത് കൊടുക്കാറ്? ഗിഫ്റ്റ് ഇഷ്ടല്ലേ? കിസ് കൊടുക്കാം, കിസ് കൊടുക്കാം. ഒരു കിസ് കൂടെ. മോർണിംഗ് എണീറ്റതും ഗേൾസ് ആയത് കഴിഞ്ഞാൽ ഗേൾസ് ആണെങ്കിൽ പറയാം. ബോയ്സിന്റെ ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് അറിയില്ല. ചെയ്യാനുള്ള ഒരു ആഗ്രഹം സോഷ്യൽ സർവീസ്. അവർക്ക് ഒരാണ് പെണ്ണായി കഴിഞ്ഞാൽ അവർക്ക് മെയിനായിട്ട് ഒരു ഫസ്റ്റത്തെ ആഗ്രഹം ഒരു കുട്ടിയാണ് ആഗ്രഹിക്കുക. നമ്മൾ ജെൻസിൻ്റെ സൈഡിൽ പെൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബസ്സിലെ യാത്ര, ഓട്ടോയിലെ യാത്ര എന്നുള്ള പറയണത് ഫ്രീഡം. പെണ്ണുങ്ങളാകുമ്പോൾ ഇങ്ങനെ അടച്ചിരുന്ന് നമ്മളിപ്പോൾ നാട്ടുമ്പുറങ്ങളിൽ ആണെങ്കിൽ പുറത്തിറങ്ങി അത് ഇത് എന്നൊക്കെ ഓരോപ്പോൾ നമ്മൾ ലേറ്റായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴും അങ്ങനെ ഓരോ എത്രയും സമയം അങ്ങനെ. അപ്പോൾ നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. ഒരാണായവർ നമുക്ക് സുഖമായിട്ട് പുറത്തിറങ്ങി എന്ത് വേണമെങ്കിൽ പോയപ്പോൾ ഹാപ്പിയായി ചെയ്യാലോ. അപ്പോൾ അവർക്ക് അവരോട് ചോദിക്കണം അവരുടെ വിഷമം എന്താണ്. അങ്ങനെ മനസ്സിലാക്കണം. എനിക്ക് പെട്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെ പറയാ. എങ്ങനെ ഇരിക്കണം? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കങ്ങനെ പറയാനില്ല. അതായത് പറഞ്ഞോളൂ, മറ്റേ ഇതല്ലേടാ ഇതോ ഏത് ഇത് പറഞ്ഞ പോലെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ എല്ലാവർക്കും നല്ലൊരു ചില്ലായിട്ടിരിക്കുക. അതന്നെ ഇതുപോലെ തന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ആഗ്രഹം ലൈഫിൽ കിട്ടാത്തൊരു ചാൻസ് കിട്ടാണ്. അപ്പോൾ അങ്ങനെ വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും തോന്നിയില്ല അല്ലേ? ഒരു ആഗ്രഹമില്ല. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. അപ്പൊ കാണാം. സീ യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ.